ഈ സഭയുടെ ശുശ്രൂഷനെ എല്ലാവർക്കും ഇന്നലെ രാവിലെയും വൈകിട്ടുമായിട്ട് ഈ സഭയോടുള്ളവരുടെ ലക്ഷണം സ്വീകരിച്ച് കടന്നു വരാനും എന്നിൽ ദൈവം നിക്ഷിപ്തമാക്കി തന്ന തിരുവെടുത്ത് എന്നോട് സംസാരിക്കുന്നതിന് സ്പിരിച്വൽ അവേക്കനിങ് എന്നതായിരുന്നു സ്വാതം തന്ന ഒരു വിഷയം. അതിൽ നിന്ന് കുറെ അദ്ദേഹത്തിന്റെ വലിയ ഒരു സബ്ജക്റ്റാണ്. കുറച്ച് കാര്യങ്ങൾ അവരുടെ ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയ്ക്ക് എന്താണോ വേണ്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കുറെ കാര്യങ്ങളാണ്. അത് ഈ സഭയുടെ വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂട്ടായ്മ വെച്ചു എന്നതല്ല പ്രധാനം. ആ സഭ ആ കൂട്ടായ്മ എങ്ങനെ ഉൾക്കൊള്ളുന്നു, ആ വചനത്തെ എങ്ങനെ ഏറ്റെടുത്തു, അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി വരുത്താൻ ശ്രമിക്കുന്നു എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വചനവും ആ പ്രാർത്ഥനയും ആ ഉപവാസവും ആ കൂട്ടായ്മയും ആ സഭയുടെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക്. അല്ലാതെ ഒരിക്കലും ഒരു സഭ വളരാൻ കഴിയുന്നതല്ല. സഭ വളരാൻ പറഞ്ഞതിനകത്ത് അത്ര ആളുകൾ വരുന്നതല്ല. നമ്മൾ ആദ്യമായിട്ട് വളരുമ്പോഴാണ് സഭയ്ക്ക് ഗ്രോത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത്, സഭയ്ക്ക് വളർച്ചയുണ്ടാകുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരാള് തുടങ്ങിയത് 12 പേരിലേക്ക് വന്നു. 12 പേര് 70ലേക്ക് വന്നു. 70 നിന്ന് 120ലേക്ക് വന്നു. 120 നിന്ന് 3000ലേക്ക് വന്നു. ലോകമെമ്പാടും തുടങ്ങിയത് ഒരാളിൽ നിന്ന്, അല്ലേ? സ്തോത്രം. ആ ആള് എങ്ങനെയുള്ള ആളായിരുന്നു? സ്തോത്രം. ഉഴപ്പന, കൂടായ്മയ്ക്ക് പോകാത്ത ആളാ, പ്രാർത്ഥിക്കാത്ത ആളാ, ദൈവത്തിന് അറിയാത്ത ആളാ. അങ്ങനെയെങ്കിൽ അവിടെ കൊണ്ടേ അവസാനിക്കില്ലേ? കൂടെ കൂടിയവര് 12 പേര്. സ്തോത്രം. അവന് പ്രാർത്ഥന 12 പേര് ഒരുത്തം വിശാല അവനെ കൂടെ കൊണ്ടുവരണം. യേശു കർത്താവിന്റെ കൂടെ നടന്നതിൽ 12 പേര് ഒരുത്തം വിശാലില്ല. ഇന്ന് 6 വിശാലില്ല. 12 നന്നായിരിക്കും, 6 വിശാലില്ല. അപ്പം ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ല. മണി ഉണ്ടായിരിക്കും, അല്ലേ? കൂടെ കൂടെ സജ്ജീവൻ അടിച്ചു വാങ്ങിക്കുന്നതാണ്. സ്തോത്രം. കൂട്ടായ്മ എന്ന് പറയുന്നില്ല. പുള്ളിക്ക് വേറെ കൂടെ കർത്താവും ശിഷ്യന്മാരുമായി നടക്കുന്ന പുള്ളി വേറെ ബിസിനസ് നടത്തുക. എടുത്തെടുത്തെടുത്ത് അവസാനം ഗുരുവിനെ വരെ എങ്ങനെ വിൽക്കാമെന്നുള്ള പരിപാടിയിൽ അവരുന്നതാണ്. അത് ഇത് നോക്കി. സ്തോത്രം. നമ്മുടെ സഭകളിൽ ഇതിനോട് ഈ വളർച്ചയില്ല. കൂട്ടായ്മ നടക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണെന്നല്ലോ വേറെ ബിസിനസ് ഇങ്ങനെ നടക്കുക. ഇന്നലെ ഇന്നും ഈ ദൈവദാസന്റെ ആ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ നിന്ന് വന്ന വാക്കുകൾ ഒരു ശുശ്രൂഷകനായി എനിക്ക് മനസ്സിലായി. എത്ര വേദനാജനകമായ വാക്കുകളാണ് ആ ഒരു ശുശ്രൂഷകൻ നിങ്ങൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ മുഴുവൻ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇവിടെ മുഴുവൻ കാര്യങ്ങൾ വെന്തുരുകുന്ന മനസ്സ് എത്രയാണെന്ന് ആ ശുശ്രൂഷ മാത്രം മനസ്സിലായി. 30 വർഷത്തോടെയും പാസ്സാകുന്ന ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്കത് മനസ്സിലായി. ഒരു കൂട്ടായ്മ നിങ്ങൾ ഇത്ര പേരല്ലോ. ഞാനിങ്ങനെ പകലുണ്ടായിരുന്നു, വൈകിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട്? ആരുടെ ഉത്തരവാദിത്വം എന്റേതല്ല എങ്കിലും സ്വത്രം ആ ദേവദാസന്റെ വേദന ഞാൻ ഉൾക്കൊണ്ടത് കൊണ്ട് ഞാൻ നിങ്ങളോടുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് യുഎയിലുള്ള ഒരുപാട് ദേവദാസന്മാരായി. സ്തോത്രം. പലരും അവരുടേതായ ബിസിനസ്സും കാര്യങ്ങളും അതൊക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാള് ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ അത് മേടിച്ചത് പാസ്റ്റർ കാര്യങ്ങൾ കൂടുതൽ പ്രതിഫലം എനിക്കായിരിക്കും, പുള്ളിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഞാൻ ഒരു സംശയം വേണ്ട, എനിക്ക് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ആയിരിക്കും. ഒരു സംശയം വേണ്ടതാണ്. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഈ രാത്രി 9 കമ്പനിയിൽ ജോലി ചെയ്യും, അല്ലേ? ഞാൻ 1991 എന്റെ ജോലി രാജി വെച്ചിട്ട് എന്റെ സെമിനാറിൽ പോയി പഠിച്ച് ഞാൻ 360 ദിവസം കർത്താവിന്റെ വേല അതേ തരത്തിൽ ചെയ്യുക. വർഷങ്ങൾ വടക്കേരിയിൽ കർത്താവിന്റെ വേല ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്തോത്രം.
ഇപ്പോഴും നിങ്ങൾ ഈ രാത്രി 9 ഇരുന്ന് ആർക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന് വേണ്ടിയാണോ അതോ നിങ്ങളുടെ പോക്കറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയാണോ? മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ നിയമഭാഷ ഞാൻ മനസ്സിലാക്കുന്ന മാത്രമല്ല പലരുടെ വായിൽ നിന്ന് കേട്ട സാക്ഷികൾ എനിക്ക് ഇത്ര ഉത്സാഹിയായ ഒരു ദൈവദാസനാണ് നിങ്ങളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കണം. അതേ ഉപദേശിക്കുന്നു, കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താ പറയുന്നത്? അദ്ദേഹത്തിന് എല്ലാം സ്പിരിച്വൽ സപ്പോർട്ട് നൽകുന്നു. സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? മെറ്റീരിയൽ പ്രസിദ്ധീകരണം അതിനോടൊപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആമേൻ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ, ആമേൻ, ആത്മീയ സപ്പോർട്ട് കൊടുക്കാൻ, കൂട്ടായ്മകൾ പങ്കുകൊള്ളാൻ, ആ ഒരു നേരത്തെ കൂടി ആയിരിക്കും ഒരു മീറ്റിംഗ് കൊടുക്കുന്നത് അല്ലെ? അതെ, അദ്ദേഹം പറയുന്നതായിരിക്കില്ല. അപ്പൊ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ ജോലിയുടെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സഭ അടുത്ത മീറ്റിങ്ങുകളിലേക്ക് വളരെ സന്തോഷപൂർവ്വം വന്ന് നോക്കി അവിടെ നടക്കുന്ന വിടുതലും അവിടെ നടക്കുന്ന അനുഗ്രഹവും എത്ര വലുതായിരിക്കും. ആമേൻ. ഈ സഭയിൽ അങ്ങനെ നിരന്തരം കർത്താവിന്റെ വേലയ്ക്ക് നിൽക്കുകയും കർത്തദാസനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ളവരുടെ കൂടെ അതിനോട് ചേർന്ന് ആ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ പകല് പറഞ്ഞതുപോലെ ഈ ബോഡി എല്ലാ അവയവങ്ങളും പാരലൈസ് ആകാതെ ആമൻ വർക്കായി ആമൻ ആരോഗ്യമുള്ള ഒരു സഭയാം ശരീരമായി ഈ സമൂഹം സ്പിരിച്വൽ അവൈകര്യയുടെ ഭാഗം ഞാൻ ഈ പറയുന്നില്ല. സ്തോത്രഹാലയ ഞാൻ ആ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ പറഞ്ഞതൊക്കെ ചേർത്ത് വെച്ചിട്ട് പറയണം. ഇത് കർത്തമേശയില്ല, പക്ഷെ കർത്തമേശയ്ക്ക് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യം. സ്തോത്രം. ആമേൻ. 2-3 മാസമെങ്കിലും പാസ്സായി അതിന്റെ 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ വായിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ പറയുക? 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴം നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുകയും ഓരോരുത്തരും താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ച് കഴിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ സ്വീകരിച്ച് അല്ലാത്തവരെ എത്തിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്ത് പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഞാൻ കർത്താവിന്റെ സഹോദരന്മാരെ നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. കേട്ടോ, നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള വാക്യം മാത്രം വായിച്ച് ആശ്വസിക്കുക. പക്ഷെ ആ പാസേജ് മുഴുവൻ എന്താണല്ലോ ഒരു ഒറ്റ വിഷയത്തെ അടിസ്ഥാനമാക്കിയ എന്താ? സഭ കൂടുമ്പോൾ നന്മയ്ക്കല്ല കൂടുന്നത്, തിന്മയ്ക്കാണ് കൂടുന്നത്, ദോഷത്തിനാണ് കൂടുന്നത്. സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ പക്ഷാഭേദങ്ങളുണ്ട്. സ്തോത്രം. ഒരു കാര്യത്തിൽ മാത്രമല്ല പക്ഷഭേദം. സ്തോത്രം. ഒരുവരും മറ്റൊരുവരെ പിടിക്കുന്നില്ല. സ്തോത്രം. അത് മാത്രമല്ല, ഹല്ലേലൂയ, വേറെ കുറെ ഫ്രാക്ഷൻസ് അതിനകത്ത് നിൽക്കുകയാണ്. ഒരു കർത്തൃമേശ എന്നുള്ളതിന് മുമ്പ് ഒരു ലവ് ഫീസ്റ്റ് ഉണ്ട്. ആ ലവ് ഫീസ്റ്റിൽ പോലും പ്രശ്നങ്ങളാണ്. ഒരു സഭ എങ്ങനെയാ വളരുക? സ്തോത്രം. എങ്ങനെയാ സഭ വളരുക? ഒരു സഭയിൽ എങ്ങനെയാ സ്പിരിച്വൽ അവൈക്കനിങ് ഉണ്ടാകേണ്ടത്? എല്ലാവരുടെയും മനസ്സ് ഒരേപോലെ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അപ്പം നോക്കുമ്പോൾ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് പറയുകയും പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ വരാതിരിക്കുകയും ചെയ്ത് അപ്പം കഴിച്ചിട്ട് പോയാൽ നാം ക്രിസ്തുവിൽ ഒന്നാണോ? അല്ല. പിന്നെ എങ്ങനെയാ ക്രിസ്തുവിൽ ഒന്നാകേണ്ടത്?
ആമേൻ. നമ്മുടെ മനോഭാവം മാറണം, നമ്മുടെ മനസ്സിൽ വ്യത്യാസം ഉണ്ടാകണം. ഞാൻ എപ്പോഴും പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. സ്തോത്രം. സ്നാനപ്പെട്ടാൽ പുതിയ സൃഷ്ടിയാകില്ല. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ മനസ്സ് നമ്മിലേക്ക് അവൻ ആവാഹിച്ചെടുക്കാൻ അവൻ വ്യക്തമായ പ്രാർത്ഥനയും അതിനു വേണ്ടുന്ന കഠിനാധ്വാനം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിന്റെ മനസ്സിനോട് ഒത്തുവരികയുള്ളൂ. അല്ലാതെ ഒരാൾ സ്നാനപ്പെട്ട ഉടനെ ക്രിസ്തുവിന്റെ മനസ്സിലുള്ളവരായി മാറുമെന്ന് ഞാനിത് ധരിക്കരുത്. അങ്ങനെ ആകില്ല. നമ്മൾ നന്നായി പരിശ്രമിച്ചേ പറ്റുള്ളൂ, നമ്മൾ നന്നായി പണിതേ പറ്റുള്ളൂ. സ്തോത്രം. പെന്തക്കോസ്തിന്റെ പാരമ്പര്യത്തിനകത്ത് ജനിച്ചു വളർന്ന് അതിനകത്ത് കണ്ട സകല പണികളും പഠിച്ചിട്ട് ആത്മീയത്തിൽ വളരാമെന്ന് പെന്തക്കോസ്തിന്റെ ഭാഗമായിരുന്നാലും നമ്മളൊക്കെ നിത്യതയിൽ പോകുമെന്ന് ധരിക്കുന്ന ആ വിദ്യാധാരണമുണ്ടല്ലോ, സ്തോത്രം, അത് തെറ്റാണ്. നമ്മൾ എങ്ങും കൊണ്ടെത്തിക്കില്ല. അത് സഭകൾക്ക് ദോഷമുണ്ടാക്കുന്നതാണ്, സഭയുടെ വളർച്ചയെ മുഴുവിപ്പിക്കുന്നതാണ്, അവരുടെ കൂട്ടായ്മയെ പകർത്തുന്നതാണ്, അവൻ പ്രാർത്ഥനയ്ക്ക് വിടുതൽ ഉണ്ടാകുന്ന തടസ്സമായി നിൽക്കുന്നതാണ്. അത് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ആണ്. അതിനെ മൂടോടെ അവൻ തച്ചുടച്ച് കളയാൻ ഓരോ കൂട്ടായ്മയും ഓരോ പ്രാർത്ഥനയും ദൈവദാസമായി സഭയിൽ വെക്കുന്നത് അതിനൊരു സമൂല മാറ്റവും മാനസാന്തരവും വരുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അത് ദൈവസഭയ്ക്കകത്തുണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്തോത്രം, ഇത് ഇരിക്കെ നിങ്ങൾ ഇത് ചെയ്യുന്നത് തെറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിരിക്കെ, സ്തോത്രം, നിങ്ങൾ അവിടെ ഭിന്നാഭേദമാണ് കാണിക്കുന്നത്. പക്ഷാഭേദം. ഒരുത്തന് ഇഷ്ടമല്ല, സംസാരിക്കില്ല, സഹകരിക്കില്ല. അവൻ കൂട്ടായ്മ കൂടാൻ വലിയ വിഷമോ. അവൻ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു സ്നേഹത്തിന് കൊടുക്കാൻ വലിയ വിഷമോ, അവൻ ചേർത്ത് പിടിക്കാൻ വലിയൊരു വിഷമോ, അവന് വീട്ടിൽ പോകാൻ വലിയൊരു വിഷമോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഭയിൽ രണ്ട് അച്ഛന്മാർ തമ്മിൽ ഭയങ്കര യുദ്ധം. അവർ തമ്മിൽ വർഷങ്ങളായുണ്ട്. ഒരു ദിവസം ആ ദൈവദാസത്തിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു. അതിന്റെ 18ാമത്തെ 19ാമത്തെ ദിവസം ഇവർ തമ്മിൽ സംസാരിച്ച് സ്നേഹചുംബനം കൊടുത്ത് അവർ ഒന്നായി. ആ ഞായറാഴ്ച കർത്തവേശം കഴിഞ്ഞു. അതിലൊരു അച്ഛന്റെ വീട്ടിലാണ് ആ ആഴ്ചയിലെ കോടതി മീറ്റിംഗ്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായി. കാരണം ഈ ഭിന്നത മാറി ഒന്നാകുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അറിയാം, അത് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ ചെയ്യാണ് അല്ലെ? ഒരു സഭയിൽ ഒരൊറ്റ ഇടം മതി. ആ സഭയുടെ സകല സ്പിരിച്വൽ അന്തരീക്ഷത്തിന് ഒറ്റ ഇടം മതി. സ്തോത്രം. അറിയില്ലേ? തൈലക്കാരുടെ തൈലം മുഴുവൻ മാറുമാറാക്കാൻ ഒറ്റ ചത്തയിച്ച മതി. സ്തോത്രം. ഒരു സഭയുടെ സകല വളർച്ചയും ഒഴിപ്പിക്കാൻ, ആത്മീയ വളർച്ചയെ തടസ്സം ചെയ്യാൻ, കൂട്ടായ്മയെ നശിപ്പിച്ചു കളയാൻ, അതിന്റെ ഐക്യതയെ കെടുത്തി കളയാൻ, സ്തോത്രം, അതിന്റെ സാന്റിറ്റിയെ ഇല്ലാതാക്കാൻ, അതിന്റെ ഹോളിനെസിനെ ഇല്ലാതാക്കാൻ ഒരു സഭയിലെ ഒരൊറ്റ കീഴമതിയാവും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ പകലിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്യാൻസർ സെൽ ആകാനായിട്ടല്ല ദൈവം എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ സഭയുടെ അവയവങ്ങൾക്ക് ഒരു പാരലൈസും ഇല്ലാതെ സൂക്ഷിക്കപ്പെടാൻ എന്നെ ദൈവം വിളിച്ചു എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഒരു വ്യക്തി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ സഭ ശക്തമായി വളരുന്നത്. സ്തോത്രം. അപ്പൊ മറ്റു അച്ഛനോട് ചോദിച്ചു, അച്ഛന്റെ വീട്ടില് കോടതി മീറ്റിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ എന്തായാലും രമ്യതരായി സ്നേഹം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഈ ആഴ്ച കോടതി മീറ്റിംഗ് എത്തുമല്ലോ അച്ഛന്റെ വീട്ടില്. അപ്പൊ കുട്ടി പറഞ്ഞെന്താ അറിയാമോ, ഞാൻ ക്ഷമ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു. മനസ്സിലായോ? ഇയാൾക്ക് അത്രയും ശരിയില്ല. ഇയാൾ സ്നേഹങ്ങളെ കൊടുക്കുന്നില്ല, ക്ഷമ പറഞ്ഞതൊക്കെ. പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഞങ്ങളുടെ വീടിന്റെ ഒന്നിക്കാലത്തൊന്നുമില്ല. നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡായിരുന്നു, ഏത് മനോഭാവമായിരുന്നു. സ്തോത്രം. ഇതുകൊണ്ടാ സ്വർഗരാജ്യത്തിൽ മാനിക്കുക അല്ലേ? ദൈവരാജ്യത്തിൽ മാനിക്കുക. ഇങ്ങനെയുള്ള ഉഴപ്പി അടിച്ച് സ്പിരിച്വലി യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ഇരിക്കുന്ന നമ്മൾ സ്വർഗത്തിൽ ചെന്നിരിക്കട്ടെ. സാധ്യത കുറവാ, പക്ഷെ ചെന്നിരിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പൗലോസ് അപ്പോഴും
അവിടെ ഇരിക്കുന്നു. കാരണം സ്തോത്രം, യവനെ പോലൊക്കെ ഇത്ര എളുപ്പത്തിൽ ഇവിടെ വരാനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പങ്കപ്പാടുള്ള കാര്യമുണ്ട്. സ്തോത്രം, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും പിടിക്കാമെന്ന് ചോദിക്കുന്നതാണ്. കയ്യിലെത്തിയിട്ടില്ലെന്നാണ്, പിടിക്കാമെന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്താണ്? സ്തോത്രം, ഒരു സാക്ഷ്യത്തിന് എഴുതി ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സ്നാനം കൊടുത്തു, സ്തോത്രം, ശേഷം സ്വർഗത്തിൽ എനിക്ക് 10 സെന്റ് സ്ഥലം ഒരു വീട് കൂടെ ദൈവം തമ്മിൽ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് ചെന്നാൽ മതി, ഞാൻ സ്നാനപ്പെട്ടതിന്റെ പേരിൽ എനിക്കത് വെച്ചിരിക്കുകയാണ്. മക്കളെ, ജീവിച്ചേ പറ്റൂ. സ്തോത്രം, ജീവിച്ചേ പറ്റൂ, ഓടിയേ പറ്റൂ. ഓടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ അടക്കളത്തിൽ അവൻ വിശുദ്ധിയെ മുറുകെ പിടിച്ച് വചനത്തെ അനുസരിച്ച് ക്രിസ്തുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പാതകൾ തെറ്റാതെ ചുവടുകൾ പിഴയ്ക്കാതെ അവൻ വചനാടിസ്ഥാനത്തിൽ അവൻ ലോകത്തിന്റെ മാലിന്യങ്ങൾ പറ്റാതെ ഒരു ഭക്തൻ ഓടി തീർത്തെങ്കിലേ അവൻ എത്തുള്ളൂ. അല്ലാതെ എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. സ്തോത്രം, എത്തില്ല. സ്തോത്രം, സ്പിരിച്വൽ അവൈക്കനിങ് ഉണ്ടാകണമെങ്കിൽ 2-3 കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയോടെ നമ്മൾ ചെയ്തു വരുന്നു. ഒന്ന്, റെഗുലർ ബൈബിൾ റീഡിംഗ്. ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്ന വേദപുസ്തകമാണ്. ആമേൻ. വേദപുസ്തക വായന എങ്ങനെ ഉണ്ടാകേണ്ടത്? സ്തോത്രം, മെഡിറ്റേറ്റ് ചെയ്താ വായിക്കുന്നത്. അല്ലാതെ പാരമ്പര്യമായിട്ട് ഒരു ഗ്രന്ഥം നമുക്കുണ്ട്, ഇത് വായിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യാന്തിയില്ലാന്ന് വിചാരിച്ച് വായിക്കുന്നതല്ല. സ്തോത്രം, സമയമെടുക്കണം. സമയമെടുത്ത് നന്നായിട്ട് തിരുവഴുത്തിനെ വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കണം. വായിക്കുമ്പോൾ വചന ഇങ്ങോട്ട് സംസാരിക്കും. ഈ വചന ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത്, കുറ്റബോധം ഉണ്ടാകുന്നത്, തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകുന്നത്. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആകാനുള്ളതെന്ന് തോന്നുന്നു. ഇന്ന് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് തിരുവഴുത്തിന്റെ വായനയില്ല എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകം ആഴ്ചയിലൊരിക്കൽ കയ്യിലെടുത്ത് ആരാധനയ്ക്ക് വരുന്നതല്ലാതെ ഇത് അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു, ശേഷം പിന്നീട് എടുക്കുന്നത് അടുത്ത ഞായറാഴ്ചയായിരിക്കും. സ്തോത്രം, ഇന്നിവിടെ ഇരിക്കുന്ന പലരോടും ഒരു ആരാധന പോലെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലും വേദപുസ്തകം വായിക്കാത്ത ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ ദൈവാത്മാവിൽ പറയും. ഇതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. തിരുവഴുത്ത് ധ്യാനിക്കാത്തവർ, വായിക്കാത്തവർ, അവൻ അതിനെ മെഡിറ്റേറ്റ് ചെയ്യാത്തവർ, അവൻ ഇതിനകത്തുണ്ട്. ഇന്ന് ഈ സഭയ്ക്ക് ഒരു അവൈക്കലിംഗ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തിരുവഴുത്തിനെ അവൻ ജീവിതത്തോടെ ചേർത്ത് പിടിക്കണം. സ്തോത്രം, തിരുവഴുത്ത് വായിക്കണം, മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സംസാരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളെയും മാറ്റപ്പെടാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനത്തിന്റെ ധ്യാനമാണ്. സ്തോത്രം. ഒരിക്കലും അപ്പച്ചനും കൊച്ചുമോനും കൂടെ സംസാരിച്ച് വരുന്ന സമയത്ത് കൊച്ചുമോനോട് അപ്പച്ചൻ പറഞ്ഞു, എല്ലാ ദിവസവും നീ ബൈബിൾ റെഡി ചെയ്യുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പച്ചൻ. ഒരു ദിവസം അപ്പച്ചൻ അവനങ്ങനെ കൃഷിത്തോട്ടത്തിൽ കൂടെ കൊണ്ടുപോയപ്പോ ഈ കൽക്കരിയിട്ട് കരി മുഴുവൻ പിടിച്ചു കിടക്കുന്ന ഒരു കൊട്ടയും കൂടെ എടുത്തോ. അവനെ അതും കൂടെ കൊണ്ടുപോയി. എന്നിട്ട് അടുത്തൊരു തോട്. അപ്പൊ ഈ കരി പിടിച്ച കൊട്ടയ്ക്കകത്ത് വെള്ളം കോരിക്കൊണ്ട് വരാൻ ഈ വലിയ പ്രശ്നം. അവൻ ചെന്ന് വെള്ളം കോരുന്നു, പക്ഷെ എടുത്തു വരുമ്പോഴത്തേക്ക് ഈ കൊട്ടയ്ക്ക് വെള്ളമെല്ലാം പോകാം. കുറച്ച് കഴിയുമ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ ഇതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല, എനിക്ക് കോരിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, മക്കൾ വീണ്ടും പോയിക്കോളാം. വീണ്ടും പോയി. സ്തോത്രം. കുറെ കഴിഞ്ഞപ്പോൾ ഇവനെ ക്ഷീണിച്ചു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഇനി മക്കളെ പോരണ്ട. അപ്പൊ എന്താ കാര്യം? അതിനെ പറഞ്ഞു, നീ കൊണ്ടുവന്ന എങ്ങനെയിരുന്നു? നല്ല കറുപ്പല്ലായിരുന്നു. പക്ഷെ നീ എത്ര പ്രാവശ്യം ഇതിനകത്ത് വെള്ളം കോരാൻ ശ്രമിച്ചു, വെള്ളം അതിനകത്ത് നിന്നോ? ഇല്ല. പക്ഷെ ഇപ്പൊ ഈ കൊട്ടയുടെ കളർ നോക്കിയേ, അത് വൈറ്റായില്ലേ? സ്തോത്രം. മോനെ, നീ ബൈബിൾ മനസ്സിലായില്ലെങ്കിൽ വായിച്ചോണ്ടേയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നീ റീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നീ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഹല്ലേലൂയ
നിന്റെ ജീവിതത്തിന്റെ കറുപ്പിങ്ങനെ മാഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്നിലേക്ക് വന്നു കയറിക്കൊണ്ടേയിരിക്കും. ആമേൻ. ദൈവ സാന്നിധ്യം നിന്നിൽ വന്ന് കയറുന്നതനുസരിച്ച് നിന്നിൽ വിശുദ്ധിയുടെ നിറകുടത്തിലേക്ക് എത്താനുള്ള വഴികളായി അത് മാറ്റപ്പെടും എന്ന കൊച്ചുമകന് ഈ വല്യപ്പച്ചനൊരു പാഠം പറഞ്ഞു കൊടുക്കുക. സ്തോത്രം. വേദപുസ്തകം വായിപ്പിക്കാതിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഈശാന്റെ പണിയാണ്. സ്തോത്രം. നമ്മുടെ ഇടയിൽ ഉണർവുണ്ടാവുമെന്ന് അറിയാം. നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കിങ്ങിന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. അന്നത്തെ ആളുകൾ മണിക്കൂറുകൾ തിരുവെഴുത്ത് വായിക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചിരുന്നു. അതിൽ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവേക്കിങ്ങിന്റെ ആരംഭം ഉണ്ടാകുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കാനുള്ള സമയം എടുത്തിരുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചിരുന്നു. ആമേൻ. ഇന്ന് പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം വേർതിരിക്കാനില്ല. നമ്മൾ അതിനുള്ള സമയമില്ല. ഒന്നാമതൊരു ഇന്റർനെറ്റ് കണക്റ്റഡ് ആയ ഒരു മൊബൈലും കൂടെ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോഴേക്കും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയി. നമ്മൾ നാട്ടിലെ NDMA-ക്കാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അയ്യോ കേരളം നശിച്ചേ. പക്ഷേ അതിനെക്കാട്ടിൽ നശിച്ചു കിടക്കുകയാണ് പെന്തക്കോസ്ത് സഭകളെന്ന് നിങ്ങൾക്കറിയാമോ? NDMA-ക്കാട്ടിൽ വലിയ അഡിക്ഷനിലാണ് ഇന്നത്തെ സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്തോത്രം, സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റ് ആണ് നമ്മൾ. സ്തോത്രം. ആരാധനയ്ക്ക് നമുക്ക് സമയം കിട്ടുന്നെങ്കിൽ നമ്മൾ അതിനകത്ത് തോന്നിക്കൊണ്ടിരിക്കും. എനിക്കറിയാം ചിലരുടെയൊക്കെ നമ്മൾ മദ്യപന്മാരുടെ കൈ വറയ്ക്കാറുണ്ടെന്ന്. നമ്മുടെ കൈ വറയ്ക്കാറുണ്ട്. ഒരു മൊബൈൽ കൊണ്ടുവച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈ ഈ മൊബൈലിലൊക്കെ ഒന്ന് കുത്തി അതിന്റെ വെളിച്ചമെങ്കിലും കണ്ടില്ലെങ്കിൽ വിഷമമില്ലേ? ഒന്നുമല്ല. സ്തോത്രം. കൊണ്ടുവച്ചോണ്ടിരിക്കുന്നു. ആ ടെംപ്റ്റേഷൻ വീണ്ടും കിടക്കുകയാണ്. ഒന്ന് കുത്തി നോക്കും. പെട്ടെന്ന് ഓർക്കുന്ന ആരാധനാലയാണ്. അപ്പൊ ഈ മാറും. സ്തോത്രം. പിന്നെ ആ സുബോധം നഷ്ടപ്പെട്ട് വീണ്ടും ഒന്ന് കുത്തും. ആരെങ്കിലും ഇത് അയച്ചു എന്ന് അറിയാൻ വേണ്ടി, ഇന്നലെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് വന്നെന്ന് അറിയാൻ വേണ്ടി. സ്തോത്രം. അതല്ല, ഇതിന് കുത്തി വെളിച്ചം കണ്ട് ആരാധനയ്ക്ക് കടന്നു പോകുന്ന ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മുടെ കൈ പറയായില്ലേ? സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത്, മൊബൈൽ യൂസ് ചെയ്ത് നമ്മുടെ കൈക്ക് വിറയുണ്ടായില്ലേ? നമ്മൾ ഒരു അഡിക്ഷന്റെ ഭാഗമല്ലേ? പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമെന്നാ പറഞ്ഞത്. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വാത്സല്യ സഹോദരങ്ങളെ, അവൻ സ്നാനപ്പെട്ടതിന്റെ പേര് പറഞ്ഞ്, പെന്തക്കോസ്തിൽ ജനിച്ചതിന്റെ പേര് പറഞ്ഞ്, 4 അന്യഭാഷയുടെ പേര് പറഞ്ഞ്, ജീവിതത്തിൽ വിട്ടുകളയേണ്ടത് വിടാതെ, അവൻ ഒഴിക്കേണ്ടത് ഒഴിക്കാതെ, അവൻ പാപത്തെ മാറ്റിക്കളയാതെ, ദൈവത്തോട് പറ്റിച്ചേരാതെ, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താൻ അവൻ കഴിയാതെ, അവൻ ഈ പേര് പറഞ്ഞ് നടന്നാൽ ദൈവസഭകൾക്കകത്ത് ആത്മീയ മുന്നേറ്റം ഉണ്ടാകില്ല, ആത്മീയ വളർച്ച ഉണ്ടാകില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒഴുകില്ല, അതിനകത്ത് വിടുതൽ നടക്കില്ല, അതിനകത്ത് രോഗസൗഖ്യം ഉണ്ടാകില്ല, അതിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോകില്ല, അതിനകത്ത് പാപികൾ മാനസാന്തരപ്പെടില്ല. ചർച്ച കേട്ട ഇതിനകത്ത് സ്തോത്രം. ഞാൻ പറഞ്ഞ വിഷമം തോന്നുന്നു. സ്തോത്രം. ഡെവിളിഷ് അറ്റാക്ക് ഇല്ലാത്തവരില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് അറിയാത്തത്? ഡെവിളിഷ് അറ്റാക്ക് ഉണ്ടെന്ന് എന്തുകൊണ്ട് അറിയാത്ത നമുക്ക് മനസ്സിലാകുന്നത്? ആത്മാവിനെ വിളിച്ചില്ലാത്ത, പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞില്ലാത്ത, അതില്ലാതെ പോലെ തന്നെ 6 ദിവസം നമുക്കിഷ്ടമുള്ള വഴി സന്നിധിക്കും. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വന്ന് കൂടി ഒരു സംതൃപ്തി ദൈവവുമായിട്ട് ആക്ച്വലി ആ റിലേഷൻ. അപ്പൊ തന്നെ ഒരു ഡെവിളിഷ് അറ്റാക്കിൽ അല്ലേ നമ്മൾ? അല്ലെ? സ്തോത്രം. ദിവസവും രാവിലെ വൈകിട്ടും. ദാനിയേലൊക്കെ നല്ല ഒരു ഉദ്യോഗസ്ഥരിരുന്ന ആളാണ്. ഇതിന് സമയം ഉണ്ടായിരുന്നില്ല കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കാൻ. ഇസ്രായേലിന്റെ മഹാരാജാവ് ദാവീദ് പറഞ്ഞു, കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് ഞാൻ എന്റെ സകലം ബോധിപ്പിച്ച് കരയും. നെഹമ്യാവ് പാനപാത്രവാഹകനാണ്. അദ്ദേഹത്തിന് ഒരു വിഷയം അറിഞ്ഞപ്പോ, സ്വന്തം വിഷയമൊന്നുമല്ല, സ്തോത്രം, യെരൂശലേമിൽ കിടക്കുന്ന ഒരു വിഷയം അവിടുന്ന് വന്ന സഹോദരന്മാർ പറഞ്ഞപ്പോ അവൻ മാറി കുത്തിയിരുന്ന് ആ വിഷയത്തിന് വേണ്ടി കരഞ്ഞു. സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും? ഇതേ ക്ലാസ്സിൽ തന്നെ ഇന്ന് എത്ര വിഷയം പറഞ്ഞു? കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു.
സ്വന്തം മനസാക്ഷിയെ തട്ടി ഉണർത്തിയിട്ട് ഇന്ന് പകലിൽ ദൈവത്തോടൊന്ന് ചോദിക്കാൻ പറ്റുമോ? കർത്താവ്, ആ ദൈവദാസൻ ദേവദാസൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിന് എനിക്ക് ഒരു ദിവസത്തിൽ ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ചിലർക്കെങ്കിലും അവൻ നെഞ്ചത്ത് കൈവച്ചിട്ട് ദൈവത്തോട് പറയാൻ പറ്റുമോ? എവിടെ വിടുതൽ നടക്കും? എവിടെ വിടുതൽ നടക്കുന്നുണ്ട്? സ്തോത്രം. സ്വന്തം സ്വാർത്ഥതയെ അന്വേഷിച്ച്, സ്വന്തം പോക്കറ്റിൽ പണം വരാനുള്ള പദ്ധതി ആവിഷ്കരിച്ച്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനും സുധർമ്മയും മക്കളും, ഞാനും എന്റെ ഭാര്യയും എന്റെ പിള്ളേരും, സഭയെ എനിക്ക് വിഷയമല്ല. ഇവിടെ യുഎയിൽ ഉള്ളപ്പോൾ കൂട്ടായ്മ ഒരു സഭ വേണം, ഇല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും? അതിനു വേണ്ടി കൂട്ടായ്മ കണ്ടുപിടിച്ച് ഇഷ്ടമുള്ളപ്പോൾ വരക്കും, ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സ്പിരിച്വൽ അവേക്കനിംഗ് ഉണ്ടാകണമോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ഭാരം വെക്കുന്ന, ദൈവസഭയുടെ കൂട്ടായ്മയ്ക്ക് ഉതകാത്ത, ജീവിതത്തിൽ ഫലപ്രദമായി വരാത്ത, ആത്മീയത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരു പദ്ധതിയെ ചവിട്ടി കൂട്ടി പുറത്താക്കി കളയാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാൻ ഈ ദിവസം മുതൽ മുഴക്കാലിൽ ഇരിക്കാൻ ഇന്ന് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും തയ്യാറാകുമെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ പഴയ കാലത്തൊക്കെ ദൈവസഭയ്ക്ക് അകത്ത് വലിയ വിടുതലുകൾ പറഞ്ഞു നടക്കുന്നതിന് പ്രധാന കാരണം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നാട്ടിലൂടെ പോകുമ്പോഴേ 5 മണി മുതൽ പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ, മർത്തോമക്കാരുടെ വീട്ടിൽ, യാക്കോബുകാരുടെ വീട്ടിലൊക്കെ രാവിലെ കേൾക്കാം. പാല് മേടിക്കാനൊക്കെ ഞാൻ രാവിലെ ചെറുപ്പകാലത്ത് പോകും. അപ്പം ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ പാട്ടുകൾ, അല്ലേ? സ്തോത്രം. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാട്ടുപാടുന്നു. ഓരോ വീട്ടിലും നമുക്ക് കേൾക്കാം, അല്ലേ? സ്തോത്രം. സന്ധ്യ ആകുമ്പോ എല്ലാരും വിളിച്ചു ആമേൻ. ഇന്നും പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ച പാട്ടൊക്കെ പാടും, അല്ലേ? സ്തോത്രം. അത് ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്ത മക്കൾക്കാണ് ഭക്ഷണമില്ല, രാത്രി അത്താഴമില്ല. സ്തോത്രം. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബത്തിനകത്ത് പടുത്തുയർത്തി തന്ന ആമേൻ ആത്മീയത്തിന്റെ പാഠശാലകളാണ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറഞ്ഞുകൊണ്ട് സ്തോത്രം. ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു മൊബൈലിൽ വിളിച്ച് അമ്മ ഒരു മൂലയ്ക്ക്, അപ്പൻ ഒരു മൂലയ്ക്ക്, മക്കൾ വേറെ കുറെ കളിപ്പാട്ടവും മൊബൈലുമായിട്ട് വേറെ എടുത്ത് പരസ്പര ബന്ധമില്ല, പ്രാർത്ഥനയില്ല. എന്ത് സ്പിരിച്വൽ ഏത് വളർച്ച ഉണ്ടാകും? ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ പേര് കൂടുന്ന ഒരു കൂട്ടമായിട്ടൊരു സഭ മാറി. സ്തോത്രം. അവിടെ വിടുതലുണ്ടാകുമോ? സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ വിട്ടുപോകട്ടെ, മരണത്തോട് മല്ലടിക്കുന്നവർ സൗഖ്യമാകട്ടെ, കൊറോണ വന്നവർ സൗഖ്യമാകട്ടെ, മറ്റ് പ്രയാസങ്ങളുള്ളവർ സൗഖ്യമാകട്ടെ, വിടുതലുകൾ നടക്കട്ടെ. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവസഭ ഒത്തൊരുമിച്ച് ഒരു ദൈവദാസനോട് ചേർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് നടക്കില്ല കേട്ടോ. ഇന്ന് രാവിലെ ഒരു തീരുമാനത്തോടെ വേണം നിങ്ങൾ പോകാൻ. അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സഭയുടെ മുഖച്ഛായ മാറും, ഈ സഭയുടെ സ്ഥിതികൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇതിനകത്ത് കാര്യമായിരിക്കുന്ന ഓരോ വീടുകളിലും നിങ്ങൾ ഇതിനകത്ത് നടക്കുന്ന ആത്മീയ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കി, അവിടെ മനസ്സിലാക്കി യേശുവിന്റെ രക്തത്താൽ ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഭിന്നത മാറ്റണം. സ്തോത്രം. നിങ്ങൾക്കറിയാം. സ്തോത്രം. അവരവർക്കറിയാം ആരൊക്കെയായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അവരവർക്കറിയാം. റെഗുലർ ബൈബിൾ റീഡ് ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളോട് ചേർന്നത് റെഗുലർ റീഡ് ചെയ്യണം. നിങ്ങൾ മൊബൈൽ യൂസേജ് കുറയ്ക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മൊബൈൽ യൂസേജ് കുറയ്ക്കണം. ആമേൻ. അതൊരു അഡിക്ഷനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ഉപയോഗമുള്ളതല്ല. ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് 1000 ലൈക്ക് കിട്ടിയാലേ എനിക്ക് ഒരാഴ്ചത്തെ വീട്ടിലെ ചെലവിനെ പറ്റി ഭയങ്കര
അല്ലേ? ഇല്ല. ഗുണമെന്ത് പറഞ്ഞിടയ്ക്ക് എനിക്ക് ആ ഫോട്ടോയ്ക്ക് 1000 ലൈക്ക് കിട്ടി. അത്രേ ഉള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടായതുകൊണ്ട് ഇല്ല. നിങ്ങൾ ബൈബിൾ റീഡ് ചെയ്യും. ബൈബിൾ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടും. കാരണം ദൈവത്തിന്റെ രാവിലെ കർത്താവിനോട് സംസാരിക്കാൻ നിങ്ങൾ ലോകത്തിന്റെ പോയിസണിലേക്ക് നിങ്ങൾ ചെല്ലില്ല. നിങ്ങൾ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കാൻ കാഴ്ചപ്പാടുള്ളവരായി തിരുവെടുത്ത് വായിക്കണം, ദിവസവും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഈ കുടുംബ പ്രാർത്ഥന മാത്രമല്ല, പേഴ്സണൽ പ്രയറുകളുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥന. ആമേൻ. കുടുംബ പ്രാർത്ഥന അനിവാര്യമാണ്. അപ്പനും മക്കളും അമ്മയും എല്ലാം കൂടി ഇരുന്നിട്ട് അതൊരു കൂട്ടായ്മ. ആമേൻ. ആ കൂട്ടായ്മയാണ് കുടുംബം എന്നതിനെ ശക്തിപ്പെടുത്തുന്നത്. അതെ, അപ്പൻ മക്കൾ, അമ്മ മക്കൾ, ഭാര്യാഭർത്തൃ ബന്ധം, ആ കുടുംബം എന്നുള്ളതിനെ ഏറ്റവും സ്ട്രോങ് ആക്കി നിർത്തുന്നത് ആമേൻ ആ കൂട്ടായ്മ, ഭവനത്തിനകത്ത് ഒരുമിച്ചുള്ള പ്രാർത്ഥന. അതുണ്ടാകുന്നതോടൊപ്പം തന്നെ പേഴ്സണൽ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. അപ്പൻ പ്രാർത്ഥിക്കണം, അമ്മയും പ്രാർത്ഥിക്കണം. മക്കളുമായി കിടക്കുന്നതിന് മുമ്പ് കർത്താവിനോട് നിങ്ങളുടെ ആമേൻ വിഷയങ്ങൾ പറഞ്ഞ് ആമേൻ സഭയ്ക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥന നിങ്ങളും കിടക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥന ശക്തമായി വരും. ഹല്ലേലൂയ, ആമേൻ. ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആമേൻ മൂവ്മെന്റ്സ് സഭയ്ക്കകത്ത് തുടങ്ങും. ഹല്ലേലൂയ, ദൈവപ്രവർത്തികൾ തുടങ്ങും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് വിടുതൽ നടക്കും. നിങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഒരു കൂട്ടുകാരൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയാൻ അവൻ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കരങ്ങളിൽ അഭിഷേകം ഇറങ്ങിയത്, നിങ്ങളുടെ വിരലുകളിൽ ഒരു അഭിഷേകം ഇറങ്ങുന്നത്, നിങ്ങളുടെ കാലുകളിൽ ഒരു അഭിഷേകം ഇറങ്ങുന്നത്, നിങ്ങളുടെ നാളിൽ ഒരു അഭിഷേകം ഇറങ്ങുന്നത്, നിങ്ങളുടെ വാക്കുകളിൽ ഒരു അഭിഷേകം ഇറങ്ങി വരും. അത് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് വിടുതൽ നടക്കുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുക, ദേശത്ത് വിടുതൽ നടക്കുക. നിങ്ങളെ കാണുമ്പോൾ വിശാലത്തിന് ഭയമുണ്ടാകും, ദേശത്തിന്റെ ശക്തികൾ കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ചുറ്റി വലിഞ്ഞ് സഭയെ ബന്ധിച്ച്, കുടുംബത്തെ ബന്ധിച്ച്, തലമുറകളെ ബന്ധിച്ച് നിൽക്കുന്ന അതിനെ പൊട്ടിച്ച് അവരില്ലാതെയാക്കാൻ, അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ, ദൈവജനത്തിനിടയിൽ മാറ്റങ്ങൾ വരാൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ, അങ്ങനെ ദൈവത്തിന്റെ പ്രവർത്തികൾ വ്യാപരിക്കപ്പെടും തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ, വീര്യ പ്രവർത്തികളായി നമ്മുടെ ഇടയിൽ നടക്ക്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടവരുടെ മനസ്സിലാക്കി ദൈവത്തിന്റെ കടവിനെ കേൾപ്പിക്കുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ മുഴങ്ങാതെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം കേട്ടോ, നിങ്ങളൊക്കെ അഭിഷേകം അത് ചുമ്മാ കിട്ടുന്നില്ല മക്കളെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒരുപാട് ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്ത എന്റെ ഒരു സീനിയർ എനിക്കറിയാം. അവൻ ഭയങ്കര വിഷമായ അഭിഷേകം പ്രാർത്ഥന. ഒരിക്കൽ അവൻ വൈകിയ സമയം ലൈബ്രറി കഴിഞ്ഞ് ഒന്ന് കുളിച്ചിട്ട് പിന്നെ അടുത്ത മെഡിറ്റേഷൻ ടൈമാണ്, അതിലേക്ക് പോകുന്നതിന് കുളിക്കാനായിട്ടില്ലായിരുന്നു. അപ്പം ഒരുത്തൻ കുളിമുറിക്കകത്തൊന്ന് അന്വേഷണം കിടന്ന് തുള്ളി അന്വേഷണം കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടവരുടെ കുളിമുറി എടുത്ത് കാണാം. സ്തോത്രം. ഞങ്ങളെല്ലാവരും ചെന്നപ്പോഴത്തേക്കും അവൻ നിർത്തുന്നില്ല. കടലിൽ പുറത്തേക്ക് പുസ്തകമായി കുളി കഴിഞ്ഞ ചിന്താവത്തി അവൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ 3 വർഷത്തിലേക്ക് സെമിനാരിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് പരിശുദ്ധാത്മ ആവശ്യമാണ്, എനിക്ക് കിട്ടിയില്ല. സ്തോത്രം. എന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമായി. സ്തോത്രം. ഞാൻ അവസാനം കുളിക്കുന്ന സമയത്തൊക്കെ സോപ്പിട്ട് എന്റെ ശരീരത്തിൽ അഴുക്കുകളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ഹ്യൂമൻ ബോഡിയിലെ അഴുക്കുകളൊക്കെ ഈ സോപ്പിട്ട് ഞാൻ ഇറക്കി കളയുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ തിന്മകളും, എല്ലാ പാപങ്ങളും, എല്ലാ കുറ്റങ്ങളും, എല്ലാ തെറ്റുകളും നിന്റെ കാലുകളുടെ രക്തം കൊണ്ട് കഴുകി അതില്ലാതെയാക്കി അവിടേക്ക് നിന്റെ ആത്മാവിനെ പകരണമേ എന്ന്
ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. സ്തോത്രം. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് പലരിൽ വാസിന്റെ സഹോദരങ്ങളെ, അവൻ ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നതിനെ ഇന്ന് പകൽ ദൈവത്തിന് മുമ്പാകെ താഴ്ത്തി സമർപ്പിച്ചിട്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണെങ്കിൽ നിന്റെ ഒരു ഒറ്റ വാക്ക് മതി, നിന്റെ ഒരു ഒറ്റ സമർപ്പണം മതി. അതിനകത്തേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരാൻ, ദൈവപ്രവർത്തി ഇറങ്ങി വരാനെന്ന് ഇന്ന് രാവിലെ മറന്നു പോകുന്നുണ്ടോ? ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്. ഞാൻ ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞു, ഗ്രേറ്റ് കമാൻഡ് പറഞ്ഞു, നെക്സ്റ്റ് ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്. ഒരു വാസ്റ്റായ ഒരു കാര്യം. പക്ഷേ അതിനപ്പുറം ഇൻസിഡന്റ് പറയുന്നു അവസാനം. ഇതെല്ലാം ഞാൻ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വന്നതുകൊണ്ട് മാത്യു ചാപ്റ്റർ 20 അതാണ് സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. കമ്മിറ്റ്മെന്റ് ആണ്. മനുഷ്യപുത്രൻ എന്തിനല്ല വന്നേ? ശുശ്രൂഷ ചെയ്യിപ്പാനല്ല വന്നത്, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രയും വന്നത്. സ്തോത്രം. ജർമ്മൻ തിയോളജിനായ ഡിട്രിച്ച് ബോണോഫർ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൽയൂഷൻ. വലിയ ആഘോഷിക്കുന്നത് മലയാളത്തിന്റെ തർജ്ജമയാണ്. സോ ദ കോസ്റ്റ് ഓഫ് ഡിസൽയൂഷൻ. അത് നല്ലൊരു മനോഹരമായ പുസ്തകം. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുവനെ ക്രിസ്തു വിളിക്കുന്നത് കടന്നു വന്ന് മരിക്കുവാനായിട്ട്. കമ്മിറ്റ്മെന്റ്. യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആക്ട്സ് ചാപ്റ്റർ 1:8 തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ യഹൂദിയും ശമരിയും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. അല്ലെ? സാക്ഷികളാണെന്ന് പറയുന്നത് സഭയിലേക്ക് സാക്ഷ്യം പറയുന്നതല്ല. സ്തോത്രം. സാക്ഷികൾ എന്ന ആ പദത്തിന്റെ ഗ്രീക്ക് പദം ഒരു വെർബ, മാർട്ടിയോയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വെർബാണ്. സ്തോത്രം. അതിന്റെ അർത്ഥം സ്തോത്രം മാർട്ടിടമാണ്. സ്തോത്രം. ടു ബെയർ വിറ്റ്നസ് എന്നാണ് അതിന്റെ അർത്ഥം. ടു ബെയർ വിറ്റ്നസ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ വചനവുമായി പോയി നിങ്ങൾ എനിക്ക് വേണ്ടി രക്തസാക്ഷികളാക്കുക എന്ന കർത്താവാണ്. കേട്ടോ? ശുശ്രൂഷയുടെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം എന്താ അറിയാവോ? സ്തോത്രം. ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷിക്കാനല്ല, പിന്നെ ശുശ്രൂഷ ചെയ്യാനും മറ്റുള്ളവർക്ക് എന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ് ഞാൻ വന്നതെന്ന് പറയാം. സ്തോത്രം. എന്നിട്ട് ആ ഭാഗമൊക്കെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഈ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റിന് അവൻ യേശു കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതലുള്ള വാക്യം വായിച്ചു. ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി യേശു കർത്താവ് ഗത്സമനിയിലേക്ക് പോകുന്നതിന് മുമ്പ്
തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാലുകളാവോ ശുശ്രൂഷ ചെയ്യാൻ പോകാം. വൈ എന്തായാലും റീസൺ? അവരുടെ ഇടയിൽ ഒരു പ്രശ്നമാണ്, ഞങ്ങളിൽ ആരാ വലിയവൻ? സ്വന്തം ഞങ്ങളിൽ ആരാ വലിയവൻ എന്ന് പറയുമ്പോൾ അതൊരു പൊസിഷനിലേക്കുള്ളതാണ്. അതിനകത്തൊരു മറു ചോദ്യമുണ്ട്, ഇവിടെ ആരാണ് ചെറിയവൻ? അല്ലേ? എന്തായാലും കാരണം സ്വന്തം ഈ ചെറിയവൻ വേണം കാലുകൾ. അല്ലേ? ഞങ്ങളിൽ ആരാ വലിയവൻ എന്നുള്ള ചോദ്യത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളിൽ ആരാണ് ചെറിയവൻ? ആ ചെറിയവനെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇരുന്ന് അവരെ കൊണ്ട് ഞങ്ങളുടെ കാര്യം കഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? യഹൂദന്റെ സിസ്റ്റം അനുസരിച്ചിട്ട് അതാണ്. ആമേൻ. നമ്മൾ അവരുടെ പൊതുവായ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്വന്തം. അപ്പോൾ ഞങ്ങളിൽ ചെറിയവരെ കണ്ടുപിടിച്ചാൽ കാല് കഴിയിക്കാൻ വളരെ എളുപ്പമാണ്. കാല് കഴിയിക്കാനല്ല കർത്താവ് വന്നത്. കർത്താവ് എന്തിനാണ് വന്നത്? കാല് കഴുകാനാണ്. സ്തോത്രം. ഒരു ശുശ്രൂഷ ചെയ്യിക്കാനല്ല വന്നത്, അത് ചെയ്യാനാണ്. ലോകത്തിലെ മഹാന്മാരൊക്കെ അണികളെ കൊണ്ട് കാര്യം ചെയ്യിപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ എന്റെ കർത്താവ് അണികളെ സംരക്ഷിച്ചു വെച്ചിട്ട് താൻ ചെയ്യേണ്ടത് ചെയ്തവരാണ് എന്റെ വലിയ നേതാവ്. അണികളെ ക്രൂശി കയറ്റിയതല്ല, അണികളെ സേഫ് ആക്കിയിട്ട് താൻ ക്രൂശിലേക്ക് വലിയ വരുന്നത്. അണികളെ ഇരുത്തിയിട്ട് അണികളെ കൊണ്ട് തന്റെ കാര്യം കഴിയിപ്പിച്ചവനല്ല, അവരുടെ കാര്യം കഴിയിപ്പിച്ചവനാ എന്റെ കർത്താവ്. അവൻ സ്വർഗത്തിലെ മഹിമ പണിഞ്ഞ് ഈ താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും ചെറിയവനായവനാണ് എന്റെ കർത്താവ്. പിന്നെ നമുക്ക് എന്തേ പ്രശ്നം? നമുക്കെന്തേ പ്രശ്നം? നമ്മുടെ ജോലി, കുടുംബം, ശമ്പളം, സ്തോത്രം, പ്രൊഫഷൻ, അധികാരം, ഇതെല്ലാം പറഞ്ഞ് സ്തോത്രം വലിയ വലിപ്പം കാണിക്കുമ്പോൾ കർത്താവിലേക്ക് നോക്കിയിട്ടുണ്ടോ? ആ ക്രൂശിലേക്ക് നോക്കിയിട്ടുണ്ടോ? അവൻ ഇറങ്ങി വന്നത് എവിടെയാണെന്ന് അറിയാമുണ്ടോ? അവൻ ജനിച്ചെന്ന ഇടം കണ്ടിട്ടുണ്ടോ? സ്തോത്രം. അവൻ വളർന്നത് ഏത് വീട്ടിലാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കഴിച്ചത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ആ മണ്ഡലങ്ങളിലൂടെ ഒന്ന് കടന്നു പോയിട്ട് വേണം കർത്താവേ നിന്റെ ആ എരുമയിലേക്ക് എന്നെ കൂടെ കൊണ്ടുവരണമേ എന്ന് പറയാം. സ്തോത്രം. എന്റെ പോക്കറ്റിലെ കാശ് കണ്ട് നിഗളിക്കരുത്, എന്റെ ഓഫീസിലെ കസേര കണ്ട് നിഗളിക്കരുത്, ഞാൻ വാങ്ങുന്ന വണ്ടി കണ്ട് നിഗളിക്കരുത്, എന്റെ കുടുംബ മഹിമ കണ്ട് നിഗളിക്കരുത്, ഞാൻ പഠിച്ച ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയിട്ട് അയ്യോ ഞാൻ ആരാ, എത്ര ഇന്റലക്ച്വൽ പവർ ഉള്ളവനാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. ഇതെല്ലാം ഉള്ളവൻ എല്ലാം വിട്ട് ഈ താഴലോകത്തിലേക്ക് ഇറങ്ങി ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഹല്ലേലൂയ മരക്കുരിശിൽ ശാപമാക്കി അവരെ തീർത്തവൻ നമുക്ക് വേണ്ടി ഒക്കെ സഹിച്ചെങ്കിൽ ഹല്ലേലൂയ നിന്റെ സഹോദരന്റെ കാലുകളിലാൽ പര്യാപ്തമായ മനോഭാവം ഉണ്ടാകുമ്പോൾ അവിടെ ദൈവിക വിടുതലുണ്ടാകും, അവിടെ സ്പിരിച്വൽ അവഗണന ഉണ്ടാകും. യേശുവിന്റെ സ്തോത്രം. ശുശ്രൂഷിക്കണമെങ്കിൽ ഇരിക്കുന്നത് എഴുന്നേറ്റ് ഒരിടത്ത് ഇരുന്ന ശുശ്രൂഷ നടക്കില്ല. സ്തോത്രം. ഈ ദേവദാസൻ രാവിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുവരെ പോകാത്തതും കൂടെ പോകാത്ത ആരെങ്കിലും കാണില്ല. ഇരിക്കുന്നതും എഴുന്നേറ്റ് ശുശ്രൂഷിക്കാൻ. സ്തോത്രം. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, മോശ കൈ ഉയർത്തി ഇടവും വലവും രണ്ടുപേരുണ്ടായിരുന്നു. അതൊന്നും ഭൂമി. സ്തോത്രം. ഈ ദൈവദാസന്റെ രണ്ട് കൈകളും താങ്ങി പിടിച്ച് നിൽക്കൊണ്ടാണ്. സ്തോത്രം. അതിലൊന്റെയും ഭൂമിന്റെയും ബാക്കി കാര്യങ്ങൾ അങ്ങനെ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരെ മക്കൾ വിളിച്ചു അപ്പത്തിന് മനസ്സിലാവും. കൈ താങ്ങി കൊടുത്തവന്റെ തലമുറ എവിടെ ചെന്നപ്പോ മനസ്സിലാവും. സ്തോത്രം. നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം. കൈ ഉയർത്തി പിടിച്ച് എത്ര ശ്രമിക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ കൊണ്ടുവരുന്ന 100,000 വിഷയങ്ങൾക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ക്യാമ്പിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ആത്മാക്കൾ ഈ സഭയിൽ വരാൻ വേണ്ടി, നിങ്ങളുടെ ലോകങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വലിയ ഓടിയിരിക്കുന്ന കെട്ടിനെ അടിക്കാൻ വേണ്ടി സ്തോത്രം രണ്ട് കൈ ഉയർത്തി പിടിച്ച് നിൽക്കുമ്പോ ആ കൈകൾ ഉടയില്ലേ, ക്ഷീണിക്കില്ലേ, മടുക്കില്ലേ?
ഹല്ലേലൂയ. എന്റെ ദൈവദാസൻ സുഖമായിരിക്കുന്നു എന്ന് വിളിച്ച് ചോദിക്കുന്ന എത്ര വിശ്വാസ സമൂഹമുണ്ട്. പാസ്റ്റർ ശരീരമായിട്ട് എങ്ങനെയുണ്ട്? പാസ്റ്റാന്റി എങ്ങനെയുണ്ട്? മക്കൾ എങ്ങനെയുണ്ട്? സ്തോത്രം. വല്ലതും കഴിച്ചോ? നിങ്ങൾ കൊടുത്തില്ല ആ വിളിയുണ്ടല്ലോ, ആ മനസ്സിന് ഇറങ്ങിക്കണം. എന്നെ അന്വേഷിക്കാൻ ആരൊക്കെയുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കാൻ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ആ ഒരു അടുത്ത ഒരു കുതിച്ചു ചാത്രത്തിന്റെ പ്രചോദനമായിട്ട് അത് മാറുന്നത്. ആ കൈയൊന്ന് താങ്ങി കൊടുക്കണം. അതെന്താ ചെയ്യേണ്ടത്? ഇരിക്കുന്നവർക്ക് എഴുന്നേൽക്കണേ. എപ്പോഴും നിങ്ങളെ മാത്രം വിളിച്ചില്ല കണ്ടില്ല എന്നുള്ള പരാതി മാത്രമേ പക്ഷെ നിങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നു. എപ്പോഴും നിങ്ങളെ വിളിച്ചന്വേഷിക്കണം. ഒരാൾ ഇത്രയും പേരെ വിളിക്കുമ്പോൾ ഇത്രയും പേരിൽ അവൻ ഒരാളെങ്കിലും തിരിച്ചു വിളിക്കുന്ന, അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക്, ഒരു ശുശ്രൂഷാ തലത്തിലേക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ കഴിയുന്ന എത്ര പേരുണ്ടാകും? കർത്താവ് എഴുന്നേറ്റു. കർത്താവ് എഴുന്നേറ്റ് നേരെ പോയി നമ്മളറിയോ അവരുടെ കാലുകളിലേക്കാവും. അവരുടെ കാലുകളിലേക്കാവും. സ്തോത്രം. ശുശ്രൂഷകനാണെങ്കിൽ ആദ്യം താഴണം. മസിൽപ്പെടുത്തൊക്കെ ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഒന്ന് വിടണം. സ്തോത്രം. ഞാൻ ഡൽഹിയിൽ 7 വർഷം ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഒരു സ്നേഹിതൻ മാസം ക്ലാസ്സില് ഒരു IG വിശ്വാസിയായിട്ടുണ്ട്. ഡൽഹി പോലീസിലെ ഒരു IG. അദ്ദേഹം അവിടെ എസ്കോർട്ട് പോലീസുകാരെ പുള്ളി IG ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവിടെ വലിയ കസേരയില്ല, ഏറ്റവും ഫ്രണ്ടിൽ ബാഗ് പോയി. കോൺസ്റ്റബിൾമാരായിട്ട് അദ്ദേഹത്തിന്റെ ബോഡിഗാർഡായിട്ട് വരുന്ന ഈ 2 പേരെ ഒരു ഇന്ത്യക്കാരൻ ഇടവണ്ണവും ഒക്കെ പിടിച്ചിരിക്കും കൂട്ടത്തിൽ. അവരോട് അപ്പൊ അവര് പറയുന്നറിയോ? അപ്പൊ അദ്ദേഹം പറയുന്നറിയോ? ഇവിടെ IG കോൺസ്റ്റബിൾ ഇല്ല, നമുക്ക് എല്ലാവർക്കും പറയാം. അവരെ 2 പേരും നമ്മളൊപ്പം ഈ 2 പോലീസുകാർ 1 വർഷത്തിലാണ് രക്ഷിക്കപ്പെടുന്നത്. അതോ ആറ്റിറ്റ്യൂഡ് ചെയ്യിച്ചാൽ നമ്മുടെ സുവിശേഷമാണ്. സ്തോത്രം. വലിയവായിലെ നാടുകൾ പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടാതിരിക്കുമ്പോൾ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം ഉണ്ടല്ലോ, ചേർത്ത് പിടിച്ചിരിക്കുന്നു. രക്ഷയിലേക്ക് കർത്താവ് അതിലേക്ക് പോവുകയാണ്. അപ്പോ കർത്താവ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുകയാണ്. സ്തോത്രം. ചിലരൊക്കെ പറയും ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയാ പോകുന്നത്? കർത്താവ് ഇതൊക്കെ വിട്ടിട്ട് തന്നെയാണ് പോകുന്നത്. സ്തോത്രം. എന്നിട്ട് അവിടെ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയാമോ? ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാകണം. സ്തോത്രം. താഴ്മ. രണ്ടാമത് ആ ഭാഗത്ത് ഒരു ഹോളിനെസ് ആണ്. വിശുദ്ധി. കഴുകണം. സ്തോത്രം. കഴുകപ്പെടാതെ കുറച്ചു കാലമൊക്കെ പോകാൻ പറ്റും. പക്ഷേ അധികകാലം ആ വിശുദ്ധി നിൽക്കാനായിട്ട് കഴിയില്ല. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്നുണ്ട്. തന്നെത്താൻ വിശുദ്ധീകരിക്കണം. മനസ്സിലായോ? വേണമെങ്കിൽ പെട്ടെന്ന് വായിച്ചു. തന്നെത്താൻ വിശുദ്ധീകരിക്കണം. ഫസ്റ്റ് തിമോത്തി 2:21 ഇല്ല, സെക്കൻഡാണ്. തന്നെത്താൻ വിശുദ്ധമാക്കുന്നവൻ, വെടിപ്പാക്കുന്നവൻ, വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായിരിക്കും. കേട്ടോ? മനസ്സിലായി? തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നവൻ അല്ലെങ്കിൽ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് ഉപയോഗമായിരിക്കും ശുശ്രൂഷയ്ക്ക്. അപ്പൊ തന്നെത്താൻ വെടിപ്പാക്കേണ്ടതുണ്ട്. 2, നമുക്ക് വെടിപ്പാക്കാൻ പറ്റാത്തതുണ്ട്. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ നമുക്ക് പരിചയമായ ഭാഗമാണ്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അവരുടെ ഒരു മനുഷ്യൻ. സ്തോത്രം. സ്വർഗ്ഗം തന്റെ ദൂതനെ അയച്ചു, കനിൽ കൊടുത്തു വിട്ടു. സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് അവന്റെ നാവിനെ തൊടിവിച്ചു, അവന്റെ അതരം വിശുദ്ധമാണ്. സ്തോത്രം. ഞാൻ വിശുദ്ധീകരിക്കുന്നത് ഞാൻ വിശുദ്ധീകരിക്കുകയും എനിക്ക് വിശുദ്ധീകരിക്കാൻ കഴിയാത്തത് ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ദൈവത്തെ കൊണ്ട് വിശുദ്ധീകരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരുവൻ അവൻ ശുശ്രൂഷയുടെ വിശുദ്ധിയിലേക്ക് നീങ്ങുകയാണ്. സ്തോത്രം. വിശുദ്ധിയില്ലാതെ ശുശ്രൂഷയില്ല.
കണ്ടോ? സ്തോത്രം. കർത്താവ് അവരുടെ ഹൃദയത്തെയും കാലിനെയും കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു, അടുത്തു വരുന്നത് പ്രശ്നമാ, കാലിൽ ചെരുപ്പിടാൻ പറഞ്ഞു, അല്ലേ? സ്തോത്രം. വിശുദ്ധിയുടെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ പോകാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയാണ് യേശു കർത്താവ് പറഞ്ഞത്, സ്തോത്രം, നിന്റെ കാല് ഞാൻ കഴുകാൻ പോകാം. സ്തോത്രം. ആമേൻ. പത്രോസ് പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കാല് കഴുകണ്ട എന്ന് പറയാം. അപ്പൊ യേശു പറയുന്നത് എന്താ അറിയാമോ? നിനക്ക് എന്നോട് പങ്കില്ല, കഴുകിയില്ലെങ്കിൽ എന്നോടുകൂടെ പങ്കില്ല. സ്തോത്രം. യേശു അവരുടെ ഹൃദയത്തെ വിശുദ്ധമാക്കിയതിനു ശേഷം കർത്താവ് ചെയ്യുന്നത് അറിയാവോ? അവരുടെ കാലിനെ വിശുദ്ധമാക്കി. അവൻ ഹൃദയത്തെ വിശുദ്ധമാക്കി തന്റെ മക്കളാക്കി, കാലിനെ കഴുകി വിശുദ്ധീകരിച്ച് തന്റെ ശുശ്രൂഷകനാക്കി. ഹല്ലേലൂയ. ഹൃദയത്തെ ശുദ്ധീകരിച്ച് നമ്മെ ദൈവമക്കളാക്കിയെങ്കിൽ സ്തോത്രം, രണ്ടാമതിന്റെ കാലിനെ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം. സ്തോത്രം. ദൈവം അതിനെ വിശുദ്ധീകരിച്ച് എന്താക്കുമെന്ന് അറിയാമോ? തന്റെ ശുശ്രൂഷയിലേക്ക് നമ്മെ കൊണ്ടുവരും. സ്തോത്രം. ഇന്ന് പകരം പാലലിയ കഴുകണ്ട എന്നല്ല പറയുന്നത്. സ്തോത്രം. പത്രോസേ, നീ ഹല്ലേലൂയ കാല് കഴുകണ്ട എന്ന് പറഞ്ഞാൽ എനിക്കത് അവൻ കഴുകാതിരിക്കാൻ പറ്റില്ല. നീ എന്റെ ശുശ്രൂഷകനാകണമോ, നീ എന്റെ വേലയിൽ നിൽക്കണമോ, അത് എന്നോടൊത്ത് പ്രവർത്തിക്കണമോ എങ്കിൽ എനിക്ക് നിന്റെ കാല് കഴുകിയേ പറ്റിയുള്ളൂ. സ്തോത്രം. ഇന്ന് പകരം കാല് കഴുകാൻ വിട്ടുകൊടുക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പോകാൻ പറ്റില്ല, എല്ലായിടത്തും ഓടാൻ പറ്റില്ല. അവൻ ഇപ്പൊ പോകുന്ന പോലെ അവൻ ഹല്ലേലൂയ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതം ഉണ്ടല്ലോ, അത് നടക്കില്ല. സ്തോത്രം. വിശുദ്ധീകരിച്ച് കർത്താവ് കഴുകിയ കാലിന് നിയമമുണ്ട്, വിശുദ്ധിയുണ്ട്, അതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. ഇന്ന് രാവിലെ എത്ര പേര് ഹൃദയത്തെ ഈ കാലിനെ വിട്ടുകൊടുത്ത് കർത്താവ് ശുശ്രൂഷയ്ക്കായി ഒരു ഗ്രേറ്റ് കമ്മിറ്റ്മെന്റിനായി വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട്? അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്തൊരു ആത്മീയ വിടുതലിന്റെ സമയമായിരിക്കും. ആ ദൈവപ്രവൃത്തി നമ്മുടെ വെളിപ്പെടും. അതിനായി ദൈവം ഹല്ലേലൂയ ഈ സഭയെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ അവൻ പകലും രാത്രിയിലും ഇന്ന് പകലുമായി നിങ്ങളോട് ദൈവം സംസാരിക്കുക. കർത്താവിനെ അഭിഷേകിക്കുക എന്നിലേക്ക് ക്ഷണിച്ച ദൈവദാസൻ പ്രിയ ബ്രദറിന് അവൻ സഭയ്ക്ക് എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.